ഡേ 6 ഓഫ് സ്റ്റാർട്ടിങ് എ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ. നമ്മൾ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇൻവെസ്റ്റ്മെന്റ് രീതികളാണ് ഉള്ളതെന്ന് പഠിച്ചു കഴിഞ്ഞ വീഡിയോയിൽ. ഒന്നാമത്തെ ലംസം, രണ്ടാമത്തെ SIP ഇൻവെസ്റ്റ്മെന്റ്. ഇതിൽ ഏതാണ് നല്ലതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും 2 ഇൻവെസ്റ്റ്മെന്റ് രീതികളും നല്ലതാണ്. SIP നമ്മൾ ചെയ്യുന്ന പോലെ മാസം മാസം ചെയ്തു പോട്ടെ. നമുക്കത് ചിലപ്പം റേറ്റ് കുറഞ്ഞ് NAV കിട്ടും, റേറ്റ് കൂടി NAV കിട്ടും. പക്ഷേ ലംസം എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെറുതായിട്ട് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ NAVയിൽ നമുക്ക് യൂണിറ്റിൽ ആ ഒരു ചെറിയ യൂണിറ്റ് പ്രൈസിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും SIP ചെയ്തതിന് കൂടെ ചെറിയ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. എല്ലാവരും പറയും മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, റിസ്ക് ആണ്, പൈസ പോകുന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ നല്ല മ്യൂച്വൽ ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് പിന്നീട് ഭാവിയിലേക്ക് നല്ല ഗ്രോത്ത് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇതിനിടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ NAV എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ അതുമല്ല ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും.